നമസ്കാരം സർ. എമ്പുരാൻ വിഷയത്തിൽ ഒടുവിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡിനുള്ളിൽ പൃഥ്വിരാജ് ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. മനസ്സിൽ വരുന്ന ഒരു കാര്യം, കൊണ്ടു നടന്നതും കൊല്ലിച്ചതും ഒരാൾ എന്നുള്ള ഒരു അർത്ഥം മനസ്സിലേക്ക് വരുന്നു. സത്യത്തിൽ മോഹൻലാൽ ആയിരുന്നു ഖേദം പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്? ഈ വിഷയത്തിലുള്ള അങ്ങയുടെ നിലപാടുകൾ എന്തൊക്കെയാണ്? നീതു നമസ്കാരം. നല്ല രസകരമായിട്ടുള്ള ഒരു ഉപമയാണ് കൊണ്ടുപോയതും കൊണ്ടു കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ആരാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മോഹൻലാൽ ആണോ ഖേദം പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ സിനിമ എമ്പുരാൻ എന്ന സിനിമ വന്നതിന് ശേഷം വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്നത്, നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, എമ്പുരാൻ എന്ന സിനിമയോ പൃഥ്വിരാജ് എന്ന സംവിധായകനോ നടനോ അല്ല, മറിച്ച് അതിലെ നായക കഥാപാത്രമായിട്ടുള്ള ശ്രീ മോഹൻലാലാണ്. അപ്പൊ മോഹൻലാലിനെതിരെ ആരാണ് വിമർശനം ഉന്നയിക്കുന്നത്? വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനോട് വലിയ സ്നേഹമുള്ള, ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇംബാലൻസ് ഉള്ള ഒരു പ്രമേയം അദ്ദേഹം എന്തിനാണ് അഭിനയിക്കാനായിട്ട് എടുത്തത് എന്ന് ചോദിച്ചിരിക്കുന്ന, അദ്ദേഹത്തിനോട് വ്യക്തിപരമായി വലിയ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇതേ ആൾക്കാർക്ക് എമ്പുരാൻ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ചോ ഇതേ വിമർശനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് കാണാം. കാരണം നേരത്തെ തന്നെ ഇപ്പൊ ഇതിൽ പറയുന്ന രാഷ്ട്രീയ പ്രമേയങ്ങളൊക്കെ ഉള്ള സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആളാണ് ശ്രീ പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ ജനഗണമന പോലെയുള്ള സിനിമകളൊക്കെ തന്നെ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ കാണുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള വിമർശനം നമുക്ക് പറയാം. ഒന്ന്, സിനിമയെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പൃഥ്വിരാജിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഈ വിമർശനത്തിന്റെ മെജോറിറ്റി അതൊരു പക്ഷേ ആക്ഷേപം എന്ന രീതിയിലത്തേക്ക് പോലും അത് റീഡയറക്ട് ചെയ്ത് പോയിരിക്കുന്നത് ഏറെ കൂടുതൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ നടനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഖേദപ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൽ യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ അപ്പീൽ അവിടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാരോടാണ് എന്നാണ്. അപ്പൊ അതൊരു ആക്ടർ ടു ഫാൻ ബന്ധം, ആ ഫാൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷേപം ഉണ്ടാകുന്നു, അവർക്ക് വലിയ പരിഭവം ഉണ്ടാകുന്നു, അവർ വിഷമം പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇത്തരത്തിലുള്ള ഈ പോസ്റ്റുകൾ ആൾക്കാർ പങ്കുവെക്കുന്നു. അപ്പോ ഈ ആരാധകരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ അല്ല താനെന്നും, ആരാധകർ പറയുന്നത് താൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഉൾക്കൊണ്ട് അതിന്റെ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു നടൻ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇതിലെ ഇൻവോൾവ്മെന്റ് എങ്കിൽ കൂടി അദ്ദേഹം അതിൽ ഖേദപ്രകടനം നടത്തുന്നുണ്ട്. ഒപ്പം ആ സിനിമയുമായി ബന്ധപ്പെട്ട് കുറെ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് എന്ന രീതിയിലത്തേക്കും അത് ഒരു കൂട്ടായിട്ടുള്ള തീരുമാനമാണ് എന്നും അദ്ദേഹം അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരോടാണ്. ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹമാക്കിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. അത് നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ്. അതില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ് ഒരു മോഹൻലാൽ വേറെ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ ഈ ആൾക്കാരോടാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയേണ്ടതാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അദ്ദേഹത്തിന്റെ റോളിനോട്, അദ്ദേഹം ആ സിനിമയിൽ ഇൻവോൾവ് ആയതിനെ കുറിച്ച്, അതിന്റെ രീതികളെ കുറിച്ച് വിമർശനം ഉണ്ടെങ്കിൽ ഒരു വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല താൻ ഒരു സിനിമയിൽ പ്രവർത്തിക്കാനായിട്ട് എത്തുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ, തന്റെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അഭിനേതാവ് എന്ന ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന ഇൻവോൾവ്മെന്റ്, അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വിവാദം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടോ വിദ്വേഷം ജനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ അന്യവൽക്കരിക്കുന്നതിനോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുന്നത് വിശ്വാസ പ്രമാണത്തിനെ ഒക്കെ തന്നെ, ആശയത്തിനെ ഒക്കെ തന്നെ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള ലക്ഷ്യവും ആസ് ആൻ ആക്ടർ, ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ജസ്റ്റിഫൈഡ് ആണ്, പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഖേദപ്രകടനം ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് നേരെ ക്രിറ്റിസിസം ഉണ്ടാകേണ്ടുന്ന കാര്യവുമില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പലതരത്തിൽ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, സിനിമകളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരു ഖേദപ്രകടനം നടത്തുന്നതോ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അക്നോളജ് ചെയ്യുന്നു എന്നൊന്നും പറയാറില്ല. പലപ്പോഴും ആർട്ടിനെ ആർട്ടായിട്ട് കാണണം, സിനിമയെ സിനിമയായിട്ട് കാണണം, എനിക്കിതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇവിടെ മോഹൻലാൽ ഒരു കോൺഫ്രണ്ടേഷന് പോകുന്നില്ല. ആരാധകരുമായിട്ടായിക്കോട്ടെ, പബ്ലിക്കുമായിട്ടായിക്കോട്ടെ, ഒരു കോൺഫ്രണ്ടേഷന് പോകാതെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഫ്രീ ആയിട്ടുള്ള ചലച്ചിത്ര ഇൻവോൾവ്മെന്റ് ആണ് എന്റേത്, അങ്ങനെ ആയിരുന്നു ഇതുവരെയും, ഇനിയും അങ്ങനെ ആകാനാണ് ആഗ്രഹം എന്നാണ് അദ്ദേഹം അവിടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഭാഗം, സിനിമയിൽ ഇപ്പോ ഇന്ന് തന്നെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്തിരുന്ന വാർത്ത, ഈ സിനിമ വീണ്ടും അതിലെ കുറെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങും എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോഴും ഇല്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ചില വാർത്തകൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പൊ അർത്ഥശങ്കയ്ക്കിട ഇല്ലാത്ത വിധം
ശ്രീ മോഹൻലാൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭേദഗതികൾ വരുത്തുന്നുണ്ട്. അതിൽ ആക്ഷേപ വിധേയമായിട്ടുള്ള ഭാഗങ്ങൾ, വിമർശന വിധേയമായിട്ടുള്ള ഭാഗങ്ങൾ അത് ഏതൊക്കെയാണ് എന്നുള്ള കൺഫർമേഷൻ ഇല്ല എങ്കിൽ പോലും അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂട്ടായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് ആദ്യം അദ്ദേഹത്തിന്റെ ആരാധകരെയാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ രണ്ടാം ഭാഗത്ത് അദ്ദേഹം ടീം എമ്പുരാൻ എന്ന ആ ഒരു സിനിമയുടെ മൊത്തത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി കളക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നതിനെ പറ്റി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു ഒരു ഗുഡ് വിൽ ജസ്റ്റർ ആണ്. നല്ല രീതിയിലത്തേക്കാണ് പറയുന്നത്. വിമർശനം ഉണ്ടാകുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യുകയാണ്. തന്റെ ഭാഗത്ത് കൂടിയുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അക്നോളജ്മെന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഖേദപ്രകടനമുണ്ട്. കേവല ഖേദപ്രകടനം ആലങ്കാരികമായി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ കൂടി അദ്ദേഹം പ്രോമിസ് ചെയ്യുകയാണ്. അതായത് ഈ പറഞ്ഞ വിമർശന വിധേയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിനിമയിൽ നിന്ന് നീക്കം ചെയ്ത് ഇനി ഒരു പുതിയ വേർഷൻ വരാൻ പോകുന്നുവെന്ന്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ജസ്റ്റിഫൈഡ് ആണ്. പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ അതിന്റെ എന്താ ഈ കട്ടുകൾ വരുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ റീസെൻസറിങ്ങിന്റെ ഒരു സാധ്യതയെ പറ്റിയോ ഒക്കെ തന്നെ സത്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത് അതിന്റെ സംവിധായകൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ശ്രീ മോഹൻലാൽ ഒരുപക്ഷെ ആ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി ആ സിനിമയുടെ ഭാഗമായിട്ട് അതിന്റെ നായക കഥാപാത്രം എന്ന രീതിയിൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ജസ്റ്ററാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നേരത്തെ നീതു പറഞ്ഞതുപോലെ ആ ഒരു ഉപമയിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ശ്രീ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് ഇതിലെ പല പ്രതികരണങ്ങളും. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, കൂടുതൽ വിമർശനം കേട്ട വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹം സ്വയം അതിനുള്ള ഒരു സന്നദ്ധത ഏറ്റെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാനൊരു കമന്റ് കണ്ടതാണ്. ഫേസ്ബുക്കിൽ ഒരു കമന്റ് കണ്ടതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്തുകൊണ്ടോ അതിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നു. അത് പോകുന്നില്ല മനസ്സിൽ നിന്ന്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ലൂസിഫർ മുതൽ എമ്പുരാൻ ഇറങ്ങി ഇന്ന് ഈ മോഹൻലാൽ ഈ ഖേദപ്രകടനം നടത്തിയ ഈ ഒരു നിമിഷം വരെ മോഹൻലാൽ ഒരു ടൂൾ ആയിരുന്നു എന്നൊരു അഭിപ്രായം വന്നാൽ അതിനോട് ശ്രീജിത്ത് പണിക്കരുടെ ഒരു നിലപാട് എന്തായിരിക്കും? മോഹൻലാൽ ഒരു ടൂളായി മാറുക എന്ന് വെച്ചാൽ അതിന്റെ കഥാതന്തുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമില്ല എന്നോ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹം സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ആയിരിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. മറ്റേതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ വിവാദ വിഷയമായിട്ടുള്ള കുറേയധികം തീംസ് ആ സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണോ, അത് വെരിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് ഏതെങ്കിലും സമയത്ത് അവസരമുണ്ടായിട്ടുണ്ടോ, സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രിവ്യൂ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി സംസാരിക്കേണ്ടത് ഇതിന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജും നടനായിട്ടുള്ള മോഹൻലാലും തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് അവരുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ആണ്, അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ ഊഹാപോഹങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രസക്തിയില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പറയേണ്ടുന്നത് ഇവരൊക്കെ തന്നെയാണ്, ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് ആണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാതെ ഇതിങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. കാരണം നമ്മുടെ ഇവിടെ പറയുന്നത് 47 വർഷം മലയാള സിനിമയിൽ സെർവ് ചെയ്തിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറിച്ചാണ്. താരതമ്യേന വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു നടനും വളരെ അതിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു സംവിധായകനുമാണ് പൃഥ്വിരാജ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇതെന്റെ ഒരു ലാർജർ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലത്തേക്ക് ശ്രീ മോഹൻലാൽ അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വിമർശനങ്ങൾ, അതായത് ഈ രീതിയിലത്തേക്കുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്നോ അതല്ല എങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ തീം എന്ന് പറയുന്നത് അപകടകരമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഒരു പക്ഷേ ശ്രീ മോഹൻലാലിന് അഡ്വാൻസ്ഡ് ആയിട്ട് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് നീക്കം ചെയ്യാൻ ഒരുപക്ഷെ അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടുമായിരുന്നു എന്ന് വേണം നമ്മൾ ഊഹിക്കാൻ. ഞാനിത് ഏതെങ്കിലും കൺഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് നോക്കൂ, എന്റേതൊരു കോൺട്രവേഴ്സി ഫ്രീ ആയിട്ടുള്ള ഒരു കലാജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രാഷ്ട്രീയത്തിനെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെയോ ആശയങ്ങളെയോ മതവിഭാഗങ്ങളെയോ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഉള്ള ഒരു സൃഷ്ടിയുടെയും ഭാഗം ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യവുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ഒരു തീമിനെ പറ്റി പൂർണ്ണമായ ബോധവാനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അതിന് മുതിരുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇന്ന് വിവാദമായതിനു ശേഷം പരസ്യമായിട്ട് നടത്തുന്ന എഡിറ്റ്സ് ഒരുപക്ഷെ മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ ചിത്രീകരണത്തിന് പോലും ആ രീതിയിലത്തേക്ക് പോകണ്ട എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. കാരണം നമ്മൾ അറിയുന്ന മോഹൻലാൽ അങ്ങനെയുള്ള മോഹൻലാലാണ്. അദ്ദേഹം തന്നെ ഇപ്പൊ പറയുന്നതും ആ രീതിയിലാണ്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിലുണ്ടോ, അദ്ദേഹത്തിനെ ആരെങ്കിലും ഒരു ടൂൾ ആക്കിയോ എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് കേവലം ഊഹിക്കാനേ കഴിയുകയുള്ളൂ. ആധികാരികമായിട്ട് മറ്റുള്ള ആൾക്കാരാണ് പറയേണ്ടത്. പക്ഷെ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആരും വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷെ ഇവിടെ മോഹൻലാൽ എന്ന വ്യക്തി ചെയ്തിരിക്കുന്ന ഒരു ജസ്റ്റർ അത് എത്രത്തോളം ഫാൻസിന്റെ വിഷമങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളിടത്തും
ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രമേയത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പാളിച്ചകളെ പറ്റി ഞങ്ങൾ എല്ലാവരും തന്നെ അത് തിരുത്താനായിട്ട് സന്നദ്ധരാണ് എന്നുമാണ് അദ്ദേഹം പറയുക. ഇപ്പോ നായക നടൻ മാത്രം വിചാരിച്ചത് കൊണ്ട് അതിലെ കട്ട്സ് കൊണ്ടുവരാനായിട്ട് സാധ്യമല്ല. മറ്റേതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി മാത്രം വിചാരിച്ചത് കൊണ്ട് അത് സാധ്യമല്ല. നിർമ്മാതാവും സംവിധായകനും വിചാരിച്ചാൽ നിർബന്ധമായിട്ടും ഈ കട്ട്സ് ഒക്കെ കൊണ്ടുവരാം. പക്ഷേ ഒരു നടന് മാത്രമായിട്ട് അത് സാധിക്കണമെന്നില്ല. മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അത് സാധിക്കണമെന്നില്ല. അപ്പൊ കളക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലത്തേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ താൻ ഒരുപക്ഷെ ആരുടെയെങ്കിലും ടൂൾ ആകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ശ്രീ മോഹൻലാൽ എന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ തെറ്റുണ്ടാകുന്നു, തെറ്റുണ്ടായി എന്ന് അക്നോളജ് ചെയ്യുന്നു, തിരുത്തുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, വ്യക്തമാണ്. സാർ കൺക്ലൂഡ് ചെയ്തതുപോലെ തെറ്റുണ്ടാകുന്നു, അതിലൊരു അക്നോളജ്മെന്റ് ഉണ്ടാകുന്നു, അത് തിരുത്തുന്നു. ആക്ടർ ടു ഫാൻ എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ഇന്ന് ഒരു ഖേദപ്രകടനം ഫേസ്ബുക്ക് പോസ്റ്റായി കുറിച്ചത്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.